പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 10ന്റെ ചാപ്റ്റർ 1ലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ചാപ്റ്റർ 1 ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കണ്ടു നോക്കുക. ചാനലിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ചാപ്റ്റർ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഡിലീറ്റഡ് പോർഷൻസ് ഒക്കെ കളഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷൻസ് എല്ലാം നന്നായിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കണ്ടു നോക്കുക. അതിനുശേഷം നിങ്ങൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 1 മാർക്കിൻ്റെത് 2 മാർക്കിൻ്റെതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ടു നോക്കുക കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയും അങ്ങനെയുള്ളതൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് MCQs വന്നാലും നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വർഷം ഞാൻ കുറേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ക്ലാസ് 10ൻ്റെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് പ്രീവിയസ് ഇയറിലെ ബോർഡ് ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. If p² is equal to 32/50, then p is a whole number, integer, rational number, irrational number. p² എന്ന് പറയുന്നത് 32/50 ആണ്. p² is equal to 32/50. അപ്പോൾ p എന്താണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 32നെയും 50യെയും നമുക്ക് രണ്ടിനും 2 കോമൺ ഫാക്ടർ ആയിട്ടുണ്ട്. അപ്പോൾ 2 വെച്ച് നമുക്ക് ഇതിനെ അങ്ങ് കട്ട് ചെയ്യാം. 32 divided by 2 is 16. 50 divided by 2 is 25. അപ്പോൾ p² നമുക്ക് എന്തായിട്ട് കിട്ടി? 16/25 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ p എന്തായിരിക്കും? p² 16/25 ആണെങ്കിൽ p എന്തായിരിക്കും? p എന്ന് പറയുന്നത് √16/25 ആണ്. √16 എന്താണ്? 4. 25 എന്താണ്? 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? p is equal to 4/5 എന്ന് കിട്ടി. 4/5 എന്ന് പറയുന്നത് എന്താണ്? p/q ഫോമിലാണ്. p/q ഫോമിൽ വരുന്നത് എന്തായിരിക്കും? റാഷണൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ സം ഓഫ് എക്സ്പോണൻസ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഇൻ ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 196 ഈസ് 3, 4, 5 and 2. അപ്പോൾ ഇവിടെ ഇത് കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്യണം? 196നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കണം. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൽ പോയിട്ട് പ്രൈം ഫാക്ടറൈസേഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇനി പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് മാത്രമേ ഇവിടെ യൂസ് ചെയ്യത്തുള്ളൂ. പ്രൈം ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ 6th തൊട്ട് പഠിക്കുന്നതാണ് അല്ലേ. 2 ഫാക്ടേഴ്സ് മാത്രം വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത് അല്ലേ. 1ഉം നമ്പർ ഇറ്റ്സെൽഫും, അതായത് 2 എടുത്തു കഴിഞ്ഞാൽ 2ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1ഉം 2ഉം. 3 എടുത്തു കഴിഞ്ഞാൽ 1ഉം 3ഉം. 5 എടുത്തു കഴിഞ്ഞാൽ 1ഉം 5ഉം. ഇങ്ങനെ 1ഉം നമ്പർ ഇറ്റ്സെൽഫും ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഈ പ്രൈം നമ്പേഴ്സ് മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യത്തെ പ്രൈം നമ്പറായ 2 യൂസ് ചെയ്യാം. 196 ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 യൂസ് ചെയ്യാം. 19ൽ 2 9 ടൈംസ് ഉണ്ട്. 9 2s are 18. അപ്പോൾ 19 - 18 1. ഇത് 16 ആവും. 8 2s are 16. അഗെയിൻ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 4 2s are 8. ഇവിടെ 1 വരും. 9 2s are 18. ഇനി നമുക്ക് 2 കൊണ്ട് പറ്റില്ല. ഇനി നമുക്ക് 7 കൊണ്ടേ പറ്റൂ. 7 7s are 49. അപ്പോൾ നമുക്ക് 196നെ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 2 ടൈംസ് ഉണ്ട്. അപ്പോൾ 2² എന്ന് എഴുതാം. 7ഉം 2 ടൈംസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 7² എന്ന് എഴുതാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? സം ഓഫ് എക്സ്പോണൻസ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ്. പ്രൈം ഫാക്ടേഴ്സിന്റെ എക്സ്പോണൻസിന്റെ സം. ഇവിടെ എക്സ്പോണൻസ് ഏതൊക്കെയാണ്? 2ഉം 2ഉം ആണ് എക്സ്പോണൻസ്. ഇതിന്റെ സം എന്ത് വരും? 2 + 2 is 4. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. ദ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് എ പ്രൈം നമ്പർ. ഒരു പ്രൈം നമ്പറിലെ ഫാക്ടേഴ്സിന്റെ ടോട്ടൽ നമ്പർ. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. എന്തായിരിക്കും? പ്രൈം നമ്പേഴ്സിന് എത്ര ഫാക്ടേഴ്സ് കാണും? 2 ഫാക്ടേഴ്സേ കാണത്തുള്ളൂ. 1ഉം നമ്പർ ഇറ്റ്സെൽഫും. സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ. ദ HCF ആൻഡ് LCM ഓഫ് 12, 21, 15 റെസ്പെക്റ്റീവ്ലി ആർ. ഇതിലേതാണ്
12ന്റെയും 21ന്റെയും 15ന്റെയും HCFും LCM എന്നും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിനു വേണ്ടി ആദ്യം ഇതിന്റെ ഫാക്ടേഴ്സ് നമ്മൾ എഴുതണം അല്ലെ. 12 എന്ന് പറയുന്നത് എന്താണ്? 2 × 2 × 3 ആണ് 12. അപ്പൊ എന്തെഴുതാം? 2² × 3 എന്ന് എഴുതാം. 21 എന്താണ്? 3 × 7 ആണ് 21. അടുത്തത് 15. 15 is 3 × 5. ഇവിടെ LCM എന്ത് വരും? ആദ്യം നമുക്ക് HCF എഴുതാം. HCF എന്ത് വരും? HCF എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് തന്നിട്ടുള്ള ഫാക്ടേഴ്സിലെ കോമൺ ഫാക്ടേഴ്സിലെ പവർ ലോവസ്റ്റ് ആയിട്ട് വരുന്നതാണ് എന്ത്? HCF എന്ന് പറയുന്നത്. ഇവിടെ 2² എന്ന് പറയുന്നത് ഈ ഒരു 12 മാത്രമേ 2 ഉള്ളൂ അല്ലേ. പിന്നെ കോമൺ ആയിട്ട് വരുന്നത് 3 ആണ്. 3 മാത്രമേ ഉള്ളൂ ഇവിടെ കോമൺ ആയിട്ടുള്ളത്. 2ഉം 7ഉം 5ഉം കോമൺ അല്ല. 3 നമ്പേഴ്സിൽ ഒരേപോലെ വരുന്നതായിരിക്കണം HCFന് എടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ HCF എന്താണ്? 3 ആണ് ഇവിടുത്തെ HCF. ഇനി LCM എന്താണെന്ന് കണ്ടുപിടിക്കണം. LCM എന്ത് വരും? LCM എന്താണ്? എല്ലാ പ്രൈം ഫാക്ടേഴ്സിന്റെയും ഹൈയസ്റ്റ് പവർ വരുന്നത്. അപ്പൊ ഇവിടെ 2 ഉണ്ട്, 2² എഴുതാം. 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. അപ്പൊ LCM എഴുതുമ്പോൾ നമ്മൾ എല്ലാ പ്രൈം ഫാക്ടേഴ്സും എഴുതിയിരിക്കണം. കോമൺ ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പൊ എന്ത് വരും? 2 2s are 4, 4 3s are 12, 12 × 5 60, 60 × 7 420 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ 3ഉം 420ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? നമ്മളോട് HCFും LCMും ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം HCF വരണം. ദാറ്റ് ഈസ് 3. LCM ഈസ് 420. അപ്പൊ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. അടുത്ത 5th question. HCF of two numbers is 113 and their LCM is 56,952. If one number is 904, then the other number is. അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? LCM into HCF is equal to A into B. Product of two numbers. അതാണ് A into B. അപ്പോൾ നമുക്കിവിടെ LCM ഉം HCF ഉം തന്നിട്ടുണ്ട്. ഒരു നമ്പറും തന്നിട്ടുണ്ട്. അടുത്ത നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഈ തന്നിട്ടുള്ളതൊക്കെ ഇങ്ങോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. LCM is 56952 into HCF is 113 is equal to ഒരു നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 904. അടുത്ത നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഈ B കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? 904നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യണം. അപ്പൊ ഡിവൈഡഡ് ബൈ 904 എന്നാവും. B is equal to 904 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇതിനെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 113ഉം into 8 ചെയ്താൽ എന്ത് കിട്ടും? 8 3s are 24. 2 8 plus 2 10. 8 plus 1 9. അപ്പോൾ ദാ 113ഉം 904ഉം കൂടെ നമുക്ക് കട്ട് ചെയ്യാം. 113 into 8 ചെയ്താൽ 904 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 56952 divided by 8. 7 into 8 56. 0. അടുത്തത് 9. 9ൽ 1 time 8. 1 15. 1 8 എന്ത് വരും? 7 7 72. 9 8 9s are 72. 0. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 7119 ഉണ്ടോ? 7119. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. അടുത്ത 6th question. For what least value of n natural number 24 raised to n is divisible by 8? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ? 24 raised to n is divisible by 8. എപ്പോഴാണ്? n-ന് ഏത് നാച്ചുറൽ നമ്പർ ലീസ്റ്റ് ആയിട്ടുള്ള ഏത് നാച്ചുറൽ നമ്പർ കൊടുക്കുമ്പോഴാണ് 24 raised to n divisible by 8 ആകുന്നത്. അതായത് n-ന് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്തൊക്കെയാണ്? 1 2 3 4 ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഏത് നമ്പർ കൊടുക്കുമ്പോഴാണ് 8 വെച്ച് ഡിവിസിബിൾ ആകുന്നത്. അതായത് n-ന് നമ്മൾ 1 2 3 4 ഇങ്ങനെ കൊടുക്കുമ്പോൾ 8ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം നമുക്കിവിടെ
കിട്ടുന്നത്. അപ്പൊ എന്നിന് നമുക്ക് 1 കൊടുത്താൽ ഇത് എന്ത് വരും? 24:1. ദാറ്റ് ഈസ് 24 എന്ന് വരും അല്ലേ? 24 8ന്റെ മൾട്ടിപ്പിൾ ആണോ? 8 3s are 24 ആണല്ലേ? അപ്പൊ നമുക്ക് എന്നിന് 1 കൊടുക്കുമ്പോൾ എന്താണ്? 24 divisible by 8 ആണ്. അപ്പൊ ദാ ഇവിടെ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. നമുക്കിവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് മാത്രം നമ്മൾ നോക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് 7th question. The HCF of 306 and 1314 is. അപ്പോൾ HCF കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? നമ്മൾ 306നെയും 1314നെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 306നെ ചെയ്ത് നോക്കാം. 306നെ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 1 ഇവിടെ 1 വരും. 5 2s are 10. 3 2s are 6. ഇനി അടുത്തത് ഏത് നമ്പർ കൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്താൽ 5 3s are 15. 1 into 3 3. Again 3 കൊണ്ട് ചെയ്യാം. 1 ഇവിടെ 21 ആവും. 7 3s are 21. അപ്പോൾ 306നെ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 into 3 square into 17 എന്ന് കിട്ടി. 3 2 times ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനെ 3 square എന്ന് എഴുതി. ഇനി നമുക്ക് 1314നെ ചെയ്ത് നോക്കാം. 2 കൊണ്ട് ചെയ്യാം. 6 2s are 12. 13 minus 12 is 1. 11 ആയി. 5 2s are 10. 11 minus 10 is 1. 14. 7 2s are 14. ഇനി അടുത്തത് നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 3 2s are 6. 3 1s are 3. 5 minus 3 is 2. 27. 9 3s are 27. Again 3. 7 3s are 21. 3 3s are 9. ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല. 73 is a പ്രൈം നമ്പർ. 73 ഒരു പ്രൈം നമ്പർ ആണ് കേട്ടോ. അതുകൊണ്ട് 73 ഇനി ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ 1314 ചെയ്തപ്പോൾ നമുക്ക് 2 into 3 square into 73 എന്ന് കിട്ടി. HCF ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. HCF അപ്പോൾ എന്ത് വരും? 2വിലെ ലോവസ്റ്റ് പവർ, രണ്ടിനും 2:1 തന്നെയാണ്, അതുകൊണ്ട് അത് നമ്മൾ എടുത്തു. 3ക്കും പവർ സെയിം ആണ്, അതുകൊണ്ട് 3 സ്ക്വയർ എന്ന് എടുക്കുന്നു. അപ്പൊ 2 into 3 3s are 9. 9 2s are 18. HCF is 18. അടുത്ത 8th question. The HCF of A and B is equal to 2 and LCM of A and B is equal to 27. What is the value of A into B? കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ? നമുക്ക് ഇക്വേഷൻ അറിയാം. HCF into LCM is equal to product of two numbers. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ HCFും LCMും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ A into B കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? A into B എന്ന് പറയുന്നത് എന്താണ്? HCF into LCM. HCF നമുക്ക് തന്നിട്ടുണ്ട് 2. LCM is 27. 2 into 27 is 54. Option B is correct. അടുത്ത 9th question. The HCF of 3 into 5 and 3 into 5 is എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എന്തൊക്കെയാണ്? 3 into 5ഉം 3 into 5 സ്ക്വയറും. HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പവറിലെ ലോവസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ നോക്കണം. ഇവിടെ 3:3ഉം 3:2ഉമാണ്. HCFനപ്പോൾ എന്ത് വരും? 3:2 വരും. ഇവിടെ 5:1ഉം 5:2ഉമാണ്. അപ്പോൾ എന്ത് വരും? 5:1 വരും. 3 3s are 9. 9 into 5 എന്ത് വരും? 45. Option D is correct. If the HCF of two numbers is 1, then the two numbers are called composite, twin primes, co-prime, none of this. ഇപ്പോൾ HCF രണ്ട് നമ്പേഴ്സിന്റെ HCF 1 വരുവാണെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്താ പറയുന്നത്? co-primes എന്ന് പറയും. 6th പഠിക്കുന്ന കാര്യമാണ് കേട്ടോ. അടുത്തത് pi is an integer, an irrational number, a rational number, none of the above. അപ്പോൾ പൈയുടെ വാല്യൂ നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്. പൈയുടെ വാല്യൂ എന്താണ്? 3.14159 എക്സെട്ര. ഇതാണ് പൈയുടെ വാല്യൂ. ഇതെന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് ആണ്. നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്ന ഏത് ടൈപ്പ് നമ്പർ ആണ്? ഇർറാഷണൽ നമ്പർ ആണ്. സോ പൈ ഈസ് ആൻ ഇർറാഷണൽ നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ?
ഇതിൽ ഏതാണ് സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ? വളരെ ഈസിയാണ്, നമ്മൾ 6th പഠിക്കുന്ന കാര്യമാണ് അല്ലേ. ഏതാണ്? 4 is the smallest composite number. 2 is prime number അല്ലേ. ഈവൻ ആയിട്ടുള്ള ഒരേ ഒരു പ്രൈം നമ്പർ ആണ് 2. 1 പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. 3 is prime number. പിന്നെ കോമ്പോസിറ്റ് സ്മോളസ്റ്റ് ഏതാണ്? 4 ആണ്. The HCF of smallest prime number and the smallest composite number is 1, 2, 4, none of these. എന്ത് വരും? സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഈസ് 2. സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഏതാണ്? 4. ഇതിന്റെ രണ്ടിന്റെയും കൂടെ HCF ആണ് ചോദിച്ചിട്ടുള്ളത്. 2വിന്റെ പ്രൈം ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2 തന്നെ വരും. 4ന്റേത് എന്താണ്? 2 സ്ക്വയർ വരും. അപ്പൊ HCF എന്താണ്? ഇതിലെ ലോവസ്റ്റ് പവർ ആയിട്ട് വരുന്നതാണ് എന്താണ്? 2 raised to 1, that is 2. അപ്പൊ HCF എന്ത് വരും രണ്ടിന്റെയും കൂടെ? HCF is 2. ഓപ്ഷൻ നമ്പർ B is correct. അടുത്ത നമ്മുടെ MCQലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The largest number which divides 70 and 125 leaving remainders 5 and 8 respectively. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഈ 70യെയും 125നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ആ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 5ഉം 8ഉം എന്ത് ചെയ്യുന്നുണ്ട്? ലീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? HCF. അപ്പൊ ഇതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യുന്ന ലാർജസ്റ്റ് നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ 70യെയും 125നെയും ഡിവൈഡ് ചെയ്യുന്ന ലാർജസ്റ്റ് നമ്പർ, ഇതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ആകണമെങ്കിൽ എന്തായിരിക്കണം? ഈ രണ്ട് നമ്പറിനേക്കാളും ചെറിയ നമ്പർ ആയിരിക്കണം അല്ലേ. അതായത് ഈ 70യും 125യും ഡിവിഡൻഡ് ആണ്. നമുക്ക് കിട്ടേണ്ട നമ്പർ എന്താണ്? ഡിവൈസർ ആണ്. ഈ 70യും 125നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണം. അപ്പൊ ഇതിനെ രണ്ടിനെക്കാട്ടിലും ചെറിയ നമ്പർ ആയിരിക്കണം. ഇതിനെ രണ്ടിനെക്കാട്ടിലും ചെറിയ നമ്പർ കിട്ടണേ നമ്മൾ എന്തായിരിക്കണം ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ HCF ആയിരിക്കണം കണ്ടുപിടിക്കേണ്ടത്. ഇനി ഈ രണ്ട് നമ്പറിനെക്കാട്ടിലും വലിയ നമ്പറാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ലീവിംഗ് റിമൈൻഡേഴ്സ് 5 and 8 എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ HCF കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ 70യിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? 70യിൽ നിന്ന് 5 സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് 65 എന്ന് കിട്ടും. 125ൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 117 എന്ന് കിട്ടും. ഇനി വേണം നമ്മൾ ഇതിന്റെ HCF കണ്ടുപിടിക്കാൻ. അപ്പൊ 65നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത 5 കൊണ്ട് ചെയ്യാം, 13 എന്ന് കിട്ടും. അപ്പോൾ 65നെ ചെയ്തപ്പോൾ നമുക്ക് 5 into 13 എന്ന് കിട്ടി. ഇനി 117നെ ചെയ്താൽ എന്ത് കിട്ടും? 3 കൊണ്ട് ചെയ്യാം. 3 3s are 9. 11 minus 9 is to 27. 9 again 3 1 3 13. അപ്പോൾ 117നെ ചെയ്തപ്പോൾ നമുക്ക് 3 square into 13 എന്നും കിട്ടി. അപ്പൊ ഇവിടുത്തെ HCF എന്താണ്? കോമൺ ആയിട്ടുള്ളത് 13 മാത്രമാണ്. സോ HCF is 13. ഓപ്ഷൻ A is correct. ഈ 14th ക്വസ്റ്റ്യൻ പോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ MCQs നമുക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇനി അടുത്ത വീഡിയോ ഇതിന്റെ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.